നാളത്തേക്ക് വേണ്ടി ഇന്നേ ഒരു കറി ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. രാവിലെ വിഴിഞ്ഞം ഫ്രഷ് നോക്കിയപ്പോൾ നല്ല ജീവനുള്ള ടൈഗർ പ്രോൺസിനെ കണ്ടു. ഒരു 1/2 കിലോയ്ക്ക് ഓർഡർ കൊടുത്തു. 1/2 കിലോയിൽ 5 എണ്ണം, അതായത് ഇത് 10 കൗണ്ടിൻ്റെ ടൈഗർ പ്രോൺസാണ്. 1 കിലോയിൽ 10 എണ്ണമേ വരും. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പൊടികൾ. കാശ്മീരി ചില്ലി, മല്ലിപ്പൊടി, മസാല വീട്ടിൽ പൊടിച്ചത്, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉലുവാപ്പൊടി, കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി ഒരു പാനിലിട്ട് വറുത്ത് വച്ചിരിക്കുകയാണ്. ഈ സാധനം മുരിങ്ങക്കായ്, കുറച്ച് കശുവണ്ടി, ഒരു 4-5 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തത്, ചെറിയ ഉള്ളി അരിഞ്ഞത്, സവാള ചെറുതായി അരിഞ്ഞത്, ഇതിപ്പോൾ ഒരു 15 ഉള്ളി, ഇതൊരു 1/2 മുറി സവാള, ഒരു 4 ചൈന വെളുത്തുള്ളി, ഒരു 3 വീട്ടിലെ പച്ചമുളക്, കുറച്ച് ഇഞ്ചി ചതച്ചിട്ട് അരിഞ്ഞത്, ഒരു 1/2 മുറി വലിയ ഒരു ടൊമാറ്റോ, 2 ഇതൾ കറിവേപ്പില, പിന്നെ ഒരു മൺചട്ടി. ഇത് ഷോയ്ക്കാണ്, ഇതിലൊന്നും കുക്ക് ചെയ്യാൻ പറ്റിയല്ല. സ്റ്റൗവിൽ അടിപൊട്ടി കൊഞ്ച് അതിൻ്റെ വഴിക്കും കറി വേറൊരു വഴിക്കും പോകും. അതുകൊണ്ട് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി നമ്മൾ എണ്ണ ഒരു പാനിൽ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കടുക്, ഇത് അവസാനം മതി. കോക്കനട്ട് മിൽക്ക് പൗഡർ. ഇനി അങ്ങോട്ട് തുടങ്ങട്ടെ, പിന്നെ അറിയിക്കാം. അപ്പോൾ എണ്ണ ചൂടാകുമ്പോൾ അതിൽ കുറച്ച് കടുക് ഇടുക, ഒരു നുള്ള് ഉലുവ ഇടുക, കറിവേപ്പില ഇടുക, വെളുത്തുള്ളി ഇടുക, ഇഞ്ചി ഇടുക. അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ സവാള അരിഞ്ഞ് വെച്ചതും ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടി അങ്ങോട്ട് ഇടുക, ഇളക്കുക. ഇതൊന്ന് ബ്രൗൺ കളറിൽ വഴണ്ട് വരട്ടെ. അപ്പോൾ അതിങ്ങനെ വഴണ്ട് വരുന്നുണ്ട്. അത് വഴണ്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വച്ചിരിക്കുന്ന പൊടികളുടെ മിക്സ്ചർ അങ്ങ് ഇടുക. പാത്രം സിങ്കിലേക്ക് ഇടുക, ഇളക്കുക, ചുമ്മാ അങ്ങോട്ട് ഇളക്കുക. ഒരു ചെറിയ മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമ്മൾ ഉപ്പ് ഭരണി തുറന്നിട്ട്, സ്പൂണൊന്നും ഇടണ്ട, 2 വിരൽ അങ്ങോട്ട് ഇടുക. ഇത്രയ്ക്ക് ഉപ്പ് ഇതിലോട്ട് അങ്ങോട്ട് ഇടുക. മറ്റേത് അടച്ച് വയ്ക്കുക ഭരണി, ഉപ്പ് ഭരണി. ഇല്ലെങ്കിൽ ഇവിടെ കുടുംബകലഹം ഉണ്ടാകും. എന്നിട്ട് അതങ്ങനെ ഇളക്കുക, നല്ലപോലെ ഇളക്കുക. ഇനി നമുക്ക് വേണ്ടത് ഇതിൽ ടൊമാറ്റോ ഇടുക. അരിഞ്ഞു വെച്ചിരുന്ന ടൊമാറ്റോ ഇട്ടു. അതൊന്ന് വഴണ്ട് വരട്ടെ. അതുവരയ്ക്കും ഒരു ഷോർട്ട് ബ്രേക്ക്. അപ്പോൾ അതിങ്ങനെ ഒരുവിധം നന്നായി വഴന്നിട്ടുണ്ട്. അതിൽ നമ്മൾ ഒരു 4-5 സ്പൂണ്
തേങ്ങാപ്പാൽ അങ്ങോട്ട് ഒഴിക്കുക. അല്ലെങ്കിൽ ഈ ഉള്ളിയൊക്കെ കട്ടിയായിട്ട് കിടക്കും. എന്നിട്ട് ഒന്നുകൂടി അങ്ങോട്ട് വഴറ്റുമ്പോൾ അങ്ങോട്ടൊരു പേസ്റ്റ് മാതിരി ആവും. കണ്ടോ? അവനൊന്നങ്ങോട്ട് കുറുകട്ടെ. ആ കുറിയതിലേക്ക് നമ്മൾ വൃത്തിയാക്കി നടുകിങ്ങനെ കീറി അഴുക്കൊക്കെ എടുത്ത് കളഞ്ഞ തോടോടുകൂടിയുള്ള ചെമ്മീൻ അങ്ങ് ഇടുകയാണ്. ഇനിയിപ്പോൾ ഒരു കയ്യിൽ ഫോണും വെച്ചിട്ട് സർക്കസ് കാണിക്കാൻ പറ്റിയല്ല. അതുകൊണ്ട് നമ്മൾ ഫോൺ അങ്ങോട്ട് മ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് ഈ കീറി ഇങ്ങനെ വെച്ചിരിക്കുന്നതിനകത്ത് നമുക്ക് അരപ്പ് കയറ്റണം. അപ്പോൾ ഞാനത് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ എല്ലാ കൊഞ്ചിൻ്റെയും ആ കീറി വൃത്തിയാക്കിയ ഭാഗത്ത് ഈ കുഴഞ്ഞ അരപ്പ് തിരികെ കയറ്റി അവനെ ഒരു 2 മിനിറ്റ് അങ്ങോട്ട് അടച്ച് വെച്ചു ട്ടാ. കണ്ടില്ലേ, പഞ്ചപാണ്ഡവന്മാർ ചുവന്ന് തുടുത്തു കിടക്കുന്നുണ്ട ചുരുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് മുറിച്ച് വച്ചിരിക്കുന്ന മുരിങ്ങക്കായി ചേർത്തു. എന്നിട്ടൊന്നുകൂടി ചെറുതായിട്ടൊന്ന് ഇളക്കാം. മുരിങ്ങക്കായ അവസാനമേ ചേർക്കാവില്ലെങ്കിൽ അത് അങ്ങ് പോകും. ഇനി നമ്മുടെ ബാക്കി തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ്. അങ്ങനെ അത് നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. ആ ഉലുവപ്പൊടിയുടെയും മസാലയുടെയൊക്കെ ഒരു മണം എനിക്ക് കിട്ടുന്നുണ്ട്. നോക്കാം. വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിനെ കുറച്ചങ്ങോട്ട് അടച്ച് വെച്ചേക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ്സ് ഇരിക്കട്ടെ. അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് മറ്റേ ചട്ടിയിലോട്ട് മാറ്റാം. ഇത് ഇന്ന് കറി വെച്ച് നാളെ എടുക്കാനാണേ. അപ്പോൾ ഇറക്കുന്നതിന് മുമ്പ് ഞാൻ മറ്റേ അസുരൻ മുളകിൻ്റെ ഒരു 2 ഇതൾ ഇട്ടിട്ടുണ്ട്. ഇതൾ മാത്രം, അരി ഇട്ടിട്ടില്ല, ഒരു ചെറിയ മണം കിട്ടാൻ വേണ്ടി. അപ്പോൾ ഇത് നമ്മളങ്ങോട്ട് ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തിട്ട് ഇതിനെ എടുത്ത് മാറ്റണം. എന്നിട്ട് നമ്മൾ മറ്റേ ചട്ടി വെച്ചു. തീ കത്തിക്കേണ്ട കാര്യമല്ല, ഈ സ്റ്റൗവിൻ്റെ ചൂട് ആ ചട്ടിയിൽ കിട്ടിക്കോളും. പിന്നെ നമ്മളിതിനെ 1 by 1 എടുത്ത് ഇതിനകത്തോട്ടങ്ങ് വയ്ക്കുകയാണ്. കണ്ടല്ലോ, ഇവിടെ 1-2 തുള്ളി വീണിട്ടുണ്ട്. അപ്പോൾ അത് തുടച്ചില്ലെങ്കിൽ പിന്നെ പ്രശ്നങ്ങളാണ്. ഇനി ഈ ചാറ് നമുക്ക് ഇതിൻ്റെ പുറത്തോട്ട് ഒഴിക്കണം.
അപ്പോൾ കണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ്. ഇനി നമുക്കിതിനെ ആ ചൂട് സ്റ്റൗവിൻ്റെ പുറത്ത് തന്നെ വെച്ച് അടച്ച് വയ്ക്കാം. തണുത്തിട്ടെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി ചോറിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ ഇതുവരെ എല്ലാം കണ്ടും കേട്ടും ക്ഷമയോടെ ഇരുന്ന നിങ്ങൾക്കേവർക്കും എൻ്റെ വക കൂപ്പുകൈ. പിന്നെ ആരെങ്കിലും കൊതിവെട്ട് എന്നെ അങ്ങ് കിടത്തിക്കളയാമെന്ന് വിചാരിച്ചാൽ നടക്കമാട്ടെ. ഞാൻ 2 ഡൈജിൻ ഗുളിക കഴിച്ചിട്ടേ ഇന്ന് കിടക്കൂ. ഓക്കെ.